നീതു ഹരീഷിനെ വിളിച്ച് ടെൻഷനായിരിക്കുന്നതാണ് കാണിക്കുന്നത്. അതോടൊപ്പം ഭാസ്കറിൻ്റെ അളിയൻ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വരാനിരിക്കുന്ന നല്ലൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാസ്കരൻ ചീട്ട് കളിച്ചിരിക്കുന്നത് കാണാണ് ഭാസ്കറിൻ്റെ ഭാര്യയുടെ ആങ്ങള. കൂടെയുള്ള ആളോട് പറയാണ്, ഇവൻ ഈ നാട്ടിലെത്തിയിട്ട് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല, എൻ്റെ പെങ്ങളെ കൊന്നിട്ട് ഇവൻ ഈ നാട്ടിലേക്ക് വീണ്ടും കാല് കുത്തിയോ എന്നൊക്കെ പറയാണ്. അവനെ ഞാൻ ശരിയാക്കും എന്നൊക്കെ പറയാണ്. അപ്പോൾ കൂടെയുള്ള ആൾ പറയാണ്, അവർ ക്ഷേത്രത്തിലേക്ക് വന്നതാണ് തൊഴാൻ, വഴിപാട് കഴിച്ച് അവരങ്ങ് പോകും, പിന്നെ കുറേ കാലമായില്ലേ അത് വിട്ടേക്കെന്ന് പറയാണ്. എന്നാൽ അതൊന്നും പറ്റില്ല പറഞ്ഞ ഭാസ്കരൻ്റെ അളിയൻ ചോദിക്കാൻ ചെല്ലാണ്. അപ്പോഴേക്കും ഭാസ്കരൻ അവിടെ നിന്ന് എണീറ്റ് പോവാണ്. എങ്ങോട്ടാ പോയി എന്ന് ആൾ കാണുന്നില്ല കേട്ടോ. ഇതേ സമയം വഴിപാടുകളെല്ലാം കഴിഞ്ഞ് സുധീഷ് ശൂലമെല്ലാം കുത്തി, അതുപോലെ തന്നെ ഹരീഷാണെങ്കിൽ ടെൻഷൻ അടിച്ച് വീട്ടിലിരിക്കുകയാണ്. അങ്ങനെ ഭാസ്കരൻ നേരെ ചെല്ലുന്നത് വീട്ടിലേക്കാണ്. ആ സമയത്താണ് ഭാസ്കരൻ്റെ അളിയൻ വീട്ടിലേക്ക് ചെല്ലുന്നത്. അവിടെ ചെന്നിട്ട് ഭാസ്കരനെ പിടിച്ച് അടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഈ സമയത്ത് സുധീഷാണെങ്കിൽ പിടിച്ച് മാറ്റുന്നൊക്കെ ഉണ്ട്. എൻ്റെ അച്ഛനെ അടിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട് അവരെല്ലാവരും കൂടിയിട്ട്, സുഭാഷ് എല്ലാവരും ചേർന്നിട്ട്. അങ്ങനെ അമ്മാവൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ അമ്മയെ കൊന്ന ഒരുത്തൻ്റെ കൂടെ നിങ്ങൾ എങ്ങനെ കഴിയുന്നു എന്ന് ചോദിക്കുകയാണ്. സുധീഷ് ചോദിക്കുകയാണ്, ശരിയാണ് അച്ഛൻ ചെയ്തത് തെറ്റാണ്, പക്ഷേ ഇത്രയും കാലം നിങ്ങൾ എവിടെയായിരുന്നു, ഞങ്ങളെ ആരും ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ, പിന്നെ എന്താ ഇപ്പോൾ വന്നിട്ടെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അമ്മാവൻ പറയാണ്, ഞാൻ വന്നിരുന്നു നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, എന്നാൽ നിങ്ങളന്ന് വരുന്നില്ല എന്ന് പറഞ്ഞ് അച്ഛൻ നിങ്ങളെ പറഞ്ഞയക്കും ചെയ്തില്ല. അപ്പോൾ സുധീഷ് ചോദിക്കുകയാണ് കേട്ടോ, എപ്പോൾ ഒരു വട്ടമല്ലേ, അത് കഴിഞ്ഞ് ഇത്രയും കാലം പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ. അപ്പോൾ ഭാസ്കരൻ പറയാണ്, എൻ്റെ മക്കളെ തൊടരുത്, ഞാനും നീയും തമ്മിലുള്ള പ്രശ്നം അത് നമുക്ക് തീർക്കാം എന്ന് പറയാണ്. എൻ്റെ മക്കളെ ആരെങ്കിലും തൊട്ടാലുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവിടേക്ക് ലളിത ഇറങ്ങി വരികയാണ്. അപ്പോൾ സുഭാഷിൻ്റെ അമ്മാവൻ പറയാണ്, ആ നീയും ഉണ്ടോ, പെങ്ങളും ആങ്ങളും എല്ലാവരും കൂടിയിട്ടാണല്ലേ ഇങ്ങോട്ട് വന്നിരിക്കണേന്നൊക്കെ പറയാണ് കേട്ടോ. ആ ലളിത പറയുന്നുണ്ട്, അനാവശ്യം പറഞ്ഞാണ്ടല്ലോ, ഞാൻ എൻ്റെ മകളെയും മരുമകനെയും കൊണ്ട് തൊഴാൻ വന്നതാണ് ക്ഷേത്രത്തിലേക്ക്, അല്ലാതെ ഇവരോടൊപ്പം വന്നതൊന്നല്ല, ഇവരെക്കുറിച്ചൊരു കാര്യം എനിക്ക് കേൾക്കണ്ട, എനിക്കിഷ്ടമല്ല ഇയാളേനെ എന്നൊക്കെ പറയാനട്ടെ ലളിത. അങ്ങനെ അവിടെ ഉള്ള നിന്നവർ പറയാണ്, ഇത് എത്രയോ വർഷം മുന്നേ കഴിഞ്ഞതല്ലേ, ഇവരാണെങ്കിൽ ക്ഷേത്രത്തിൽ തൊഴാൻ വന്ന് പൂജ ചെയ്ത് അവർ പോവുകയാണ്, അതുകൊണ്ട് ഇപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറയാണ്. അപ്പോൾ അമ്മാവൻ പറയാണ്, ഇന്ന് തന്നെ ഇവരിവിടെ നിന്ന് പോകണം, പോയിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും എന്ന് പറയാണ് കേട്ടോ ഭാസ്കരനോട്. അങ്ങനെ അമ്മാവൻ പോയതും പറയുകയാണ് സുഭാഷ്, നമുക്ക് ഇവിടെ നിന്ന് പോവാം, എന്തായാലും നമ്മൾ വന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തീർന്നല്ലോ, ഇനി നമുക്ക് ഇവിടെ നിന്ന് പോവാന്ന് പറയാണ്. അപ്പോൾ സുധീഷ് പറയാണ്, എന്ത് ചേട്ടാ അവരെ പേടിച്ചിട്ട് ഇവിടെ നിന്ന് പോവുക. അപ്പോൾ സുഭാഷ് പറയാണ്, പേടിച്ചിട്ടൊന്നും അല്ലടാ, നമ്മളുടെ കാര്യം കഴിഞ്ഞില്ലേ, അപ്പോൾ നമുക്കിനി പോകാം, നമുക്ക് ഇനിയും വരാലോ ക്ഷേത്രത്തിലേക്ക് അറിയാണ് കേട്ടോ. അങ്ങനെ അവർ നാട്ടിലേക്ക് എത്തുകയാണ്. ഈ സമയത്ത് ഹരീഷ് ആണെങ്കിൽ ഭയങ്കര ടെൻഷനിലാണ്, നീതുവിൻ്റെ കാര്യം ഓർത്തിട്ട്, എന്താണ് അവിടെ ഉണ്ടായത്, നീതു പ്രഗ്നൻ്റാന്ന് കേൾക്കുന്നു അതൊക്കെ ഓർത്തിട്ട്. അങ്ങനെ ഹരീഷ് ഇതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് പുറത്ത് പോവാണ്. അപ്പോൾ സുധീഷ് ചോദിക്കുകയാണ്, നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ സുഭാഷ് പറയാണ്, ഞാൻ നീതുവിനെ കാണാൻ പോവാണെന്ന്. എന്നാൽ ഒറ്റയ്ക്ക് പോകേണ്ട, ഞാനും വരാമെന്ന് പറയാണ്. അങ്ങനെ സുധീഷും ഹരീഷും കൂടിയിട്ട് നീതുവിൻ്റെ അടുത്തേക്ക് പോവാണ്. അവിടെ വീട്ടിൽ ചെല്ലുമ്പോഴാണെങ്കിൽ അഖിലും അച്ഛനും ഒക്കെയാണ് വീടിന് ഉമ്മാർത്തുണ്ടാവുക. അങ്ങനെ അഖില് ഹരീഷിനെ കുത്തനെ പിടിക്കുകയാണ് കേട്ടോ ഷർട്ടിൽ. എടാ നീ എൻ്റെ പെങ്ങളെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഹരീഷിനെ വലിച്ചിട്ട് വീടിനുള്ളിലേക്ക് ആക്കുകയാണ്. ഈ സമയം സുധീഷ് ഇറങ്ങി വരികയാണ് വണ്ടിയിൽ നിന്ന്. അങ്ങനെ ഹരീഷിനോട് അഖില് ചോദിക്കുകയാണ്, നീ എൻ്റെ പെങ്ങളേനെ പ്രഗ്നൻ്റ് ആക്കിയല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഹരീഷ് പറയാണ്, എനിക്കൊന്നും അറിയില്ല എന്ന് പറയാണ്. ഈ സമയം നീതും വരുന്നുണ്ട്. സുധീഷ് കഥ തുറക്കാൻ പറഞ്ഞ അവർ തുറന്നിട്ട് അങ്ങനെ സുധീഷ് അകത്ത് കയറാണ്. നീതുവിൻ്റെ അമ്മ പറയാണ്, കേട്ടില്ലേടി ഹരീഷ് പറഞ്ഞത്, ഇപ്പം എങ്ങനെയുണ്ട്, നിനക്ക് അങ്ങനെ തന്നെ വേണം, അവനൊന്നും അറിയില്ലത്രേ. ഈ സമയത്ത് ഹരീഷ് ചോദിക്കുകയാണ് കേട്ടോ നീതുവിനോട്, നീതു എന്തായി കേൾക്കുന്നത്, എന്തായി പറയുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ നീതു പറയാണ്, ഞാൻ പ്രഗ്നൻ്റ് അല്ല, ഇവിടെ എന്തൊക്കെ നടന്നെന്ന് അറിയോ ഹരീഷ് ചേട്ടനെന്ന് ചോദിക്കുകയാണ്. ഇവർ നിങ്ങളിവിടെ ഇല്ലാത്ത സമയം നോക്കി എന്നെ വേറൊരാൾ കെട്ടിക്കാൻ നോക്കി, അഖിലേട്ടൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് എന്നൊക്കെ പറയാണ് കേട്ടോ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് ഒരു വഴിയും ഉണ്ടായിരുന്നില്ല ഹരീഷ് ചേട്ടാ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞതാണ്, എന്നോട് ക്ഷമിക്കുന്നൊക്കെ പറയാണ് ഹരീഷിനോട്. ഈ സമയത്ത് അമ്മയും അഖിലും അച്ഛനൊക്കെ ആകെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. എടി നീ അപ്പോൾ കള്ളം പറഞ്ഞതാണല്ലേ കല്യാണം മുടങ്ങാനെന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു, എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ കെട്ടണമായിരുന്നോ, ആ പ്രേമിനെ കെട്ടിയിട്ട് അപ്പോൾ എൻ്റെ ഹരീഷ് ചേട്ടനോടുള്ള ഇഷ്ടമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ നീതു അവിടെ നിന്ന് സുധീഷിനെ ഹരീഷിനെ വിളിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പോൾ സുധീഷിനോട് പറയാണ്, ഒന്ന് സംസാരിക്കട്ടെ എന്ന്. അങ്ങനെ ഹരീഷിനോട് സോറി ഒക്കെ പറയാണ് കേട്ടോ, എനിക്ക് വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല ഹരീഷ് ചേട്ടാ എന്നൊക്കെ പറയാണ്. അതുപോലെ സുധീഷ് നിധിയെ ഇരുത്തിയിട്ട് സൈക്കിളിൽ കൊണ്ടുപോകുന്നതൊക്കെ കാണാട്ടോ നമുക്ക്. നിധി വന്ന് ചോദിക്കുന്നുണ്ട്, സുധീഷ് എങ്ങനെയുണ്ട് ശൂലം ധരിച്ചിട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അവർ തമ്മിൽ കൂടുതൽ അടുക്കുന്നതൊക്കെ നമുക്ക് കാണാം വരും എപ്പിസോഡുകളിൽ. ക്ഷേത്രത്തിൽ നിന്ന് പറയുന്നുണ്ട്, കല്യാണം നടക്കുകയും ചെയ്യും സുഭാഷിൻ്റെ, അതുപോലെ തന്നെ നടന്ന കല്യാണവും ശരിയാകുമെന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ.